വിശേഷം ചോദിക്കട്ടെ? സുഖമായിരിക്കുന്നോ? മുഖത്തുണ്ട് ഭയങ്കര ബ്ലഷ് ആയിട്ട് ഞാൻ കണ്ടപാടെ പറയുന്നു. ചെറുതായിട്ടൊന്ന് തുടക്കാന്ന്. പക്ഷെ ഞാൻ വന്നവിടെ പറഞ്ഞു ഈ 4 കുട്ടികളുടെ ഉമ്മയാണെന്ന് പറയില്ല, എന്ത് സുന്ദരിയായിട്ടേ ഇരിക്കണേ. തോന്നുന്നുണ്ടോ? അത് പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായമാണല്ലേ? 29 26 എന്താണ് ശരിക്കും ഈ ഒരു സൗന്ദര്യത്തിന്റെ രഹസ്യം? പ്രസവം തന്നെ മെയിനായിട്ട്. അതല്ല, പ്രസവിച്ച ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണല്ലേ, കൂടുതൽ പ്രസവിക്കും തോറും നമ്മുടെ യൗവനം സ്ത്രീക്ക് യൗവനം നിലനിർത്താൻ സാധിക്കുന്നതാണ്. റീൽസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, ഞാൻ തപ്പി പിടിച്ച് അയച്ചു കൊടുക്കുന്നതാണ്. അതന്നെയാണ് എനിക്ക് അയച്ചുതരിക. ഈ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെയും പറഞ്ഞു, നേരിട്ട് കാണുന്ന സമയത്ത് നമുക്കൊരു കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും ഭയങ്കര കൗണ്ടർ റെഡിയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിയാക്കൽ. കാരണം ആ ഒരു സ്പേസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യണത്. റിയൽ ലൈഫിൽ അതിനെക്കാട്ട് അടിപൊളിയായിട്ടായിരിക്കും. കാരണം ഇതിനെക്കാട്ട് നമ്മൾ കാണുന്ന കൗണ്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവാൻ തോന്നും. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ലൈഫൊക്കെ പോണത് ശരിക്കും? ഇപ്പൊ കാണുമ്പോ ഞാനാണ് ഭയങ്കരമായിട്ട് കൗണ്ടർ ചെയ്യുന്നത്, മുൻതൂക്കം എനിക്കാവും. കാരണം ഞാനാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്, എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് മുകളിൽ ലീഡ് ചെയ്യാൻ ഞാൻ ആരും അനുവദിക്കൂല, അതിന്റെ വൈഫായാലും കുട്ടികളായാലും. കാരണം ഞാനൊരു അങ്ങനത്തെ ഒരു സ്വഭാവ ശൈലിയാണ്. എപ്പോഴും എന്തും മുന്നിൽ നിൽക്കണം, നേതാവാവണം, ജേതാവാവണം എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യത്തിലും. പക്ഷെ കുഞ്ഞോക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട്. ഐ മീൻ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോ 6 പേരാണെങ്കിൽ കുഞ്ഞോൾക്ക് ഒത്തിരി ഫാൻസ് ഉണ്ട്. നിങ്ങളുടെ ഈ സ്കിപ്പ് വീഡിയോസിലായാലും റീൽസ് ആയാലും നാച്ചുറൽ അഭിനയം, സിനിമയിൽ ചാൻസ് കിട്ടുന്നത് അതുകൊണ്ട് ഹറാമ് മതപരമായിട്ട് ഇതായതുകൊണ്ടല്ല ഞങ്ങള് ഞാൻ വിടൂല കേട്ടോ. കാരണം സിനിമക്കൊക്കെ പോയാൽ കൈവിട്ടു പോകും. സിനിമാ നടന്മാരൊക്കെ കൂടെ വിളിച്ചാലോ? ഞാൻ ഇന്നെനിക്ക് വിശ്വസിക്ക, അന്നെനിക്ക് വിശ്വാസമില്ല, മനസ്സിലായോ? സിനിമ എന്നുള്ളതല്ല, എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കല്യാണം കൂടി എനിക്കങ്ങനെ വെച്ചാല് ഞാൻ സത്യം പറയാലോ, നമുക്ക് ഇങ്ങനെ നല്ല ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഈ ഫാമിലി. ഓളാണ് പറയുന്നത് ഒരു പെണ്ണുകൂടി വേണം. ഇപ്പൊ ഓക്ക് കുട്ടികളെ നോക്കാൻ വയ്യ. ഞാൻ എന്താ പറയുന്നത് അറിയോ, നമുക്ക് സഹായത്തിന് ഒരാള് വേണമെന്നാ ഞാൻ പറയാ. അപ്പൊ ഞാൻ പറയാം ഒരാളെ ഞാൻ കൊണ്ടുവരാം സഹായത്തിന്. അത് വേറെ രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഞാൻ നമ്മളിങ്ങനെ ശമ്പളമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ജോലിക്ക് ഹെൽപ്പർ ആവശ്യമുണ്ട്. ശമ്പളം കൊടുത്തില്ല കൊടുക്കാന്. അപ്പൊ എന്റെ അടുത്ത് സ്നേഹമുണ്ട്, അതാവോളം ഞാൻ കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരാള് വരികയാണെങ്കിൽ കൈ പിടിച്ച് കയറ്റിക്കൂടെ? ഇവള് ദീപം പറഞ്ഞാണ്ട് അങ്ങനെയല്ലേ, ഒരു മാന്യതല്ലേ ഒരു പെണ്ണാതല്ലേ ചെയ്യണ്ടേ? വെട്ടത്തി എടുത്താണ് ദീപം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഒരു ഡെയിലി ഒരു ദിവസം റുട്ടീൻ എങ്ങനെയാ ശരിക്കും നിങ്ങളുടെ? ഭയങ്കര ഒരു ബഹളം പിടിച്ചില്ല എങ്ങനെ ഇത് ഷൂട്ടിംഗ് വരിക? കാരണം ഒരു നമ്മുടെ ഡെയിലി ലൈഫിൽ തിരക്ക് പിടിച്ച ലൈഫ് പോവാണ്, കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടണം, കാര്യം നോക്കണം, അതിന്റെ ഇടക്കാണ് ഷൂട്ട് മെയിൻ ആയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യല്. ക്യാമറ ഒന്നും നമുക്ക് പിടിക്കാനൊന്നും അറിയില്ല, പിന്നെ അവളെയാണ് ഏൽപ്പിക്കലും ഇല്ല. കാരണം സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊന്നും അറിയില്ല. ക്യാമറ പിടിക്കണേ കയ്യിന് ഒഴിവുണ്ട്, അപ്പൊ അതാണ് സ്റ്റെബിലൈസേഷൻ, അല്ല ഫോണിന്റെ കുഴപ്പമില്ല. പിന്നെ അത് മാത്രല്ല കേട്ടോ, അവർക്ക് രാവിലെ ഓരോ പണികളല്ലേ. രാവിലെ എത്ര മണിക്ക് എണീക്കും? 6:30 7 മണിക്ക് എണീക്കും. എന്നിട്ട് വലിയ കുട്ടിയെ മദ്രസക്ക് വിടും, പിന്നെ ഓളൊന്നും ഉറങ്ങും. ഇല്ല കേട്ടോ, സ്കൂളിൽ ദിവസം ഞാൻ ഉറങ്ങലുണ്ട്. സ്കൂളില്ലാത്ത അന്നാണ് ഉറങ്ങുന്നത്. അത് പറയണ്ടേ ഇനി? എന്നിട്ട് ഓള് കിച്ചണിൽ പോയിട്ട് കുട്ടികൾക്കുള്ള ഫുഡ്, സ്കൂളിലേക്കുള്ള സ്നാക്സ്, പിന്നെ ഞങ്ങൾക്ക് രാവിലെ ചായക്കടി ഇതിനുള്ള അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഓൻ മദ്രസ ഇട്ട് വരും. ഓനെ കുളിപ്പിക്കുന്നു, മറ്റവനെ എണീക്കുന്നു, ഓനെയും കുളിപ്പിക്കുന്നു. അവരെ കുളിപ്പിക്കുമ്പോൾ മറ്റേ കുട്ടി ഉണരും. കുട്ടിയെ അപ്പം കുറച്ചു നേരമൊക്കെ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. അതിന് ശേഷം ഇവള് വന്നിട്ട് പാല് കൊടുത്തിട്ട് ഉറക്കും. ചിലപ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ ഉറങ്ങൂല. അപ്പോഴേക്ക് അതായത് ഭയങ്കര തകൃതമായ പണികളാണ് രാവിലെ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ അത് ഭയങ്കര. ഞാൻ അപ്പൊ ഇന്നലെയും കൂടി അവളോട് പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഹെൽപ്പറെ വെച്ചോ.
അപ്പൊ രാവിലത്തെ പണിയെടുക്കാനും അതേപോലെ ഒന്ന് തുടച്ച് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കാനും ഒരാളെ വെക്കുക. അപ്പോൾ ഓള് പറയാ പെണ്ണുങ്ങളെ വെക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഞാൻ 11 മണി വരെ ഉറങ്ങാം, ആ പെണ്ണ് വന്ന് എല്ലാം ഉണ്ടാക്കിച്ചിട്ട് പോയിക്കോട്ടെ. ഞാൻ വിശ്വാസമല്ല, വിശ്വാസമില്ലാത്തതല്ല, സ്നേഹം കൂടുതലാണ്. 3 ആൺകുട്ടിക്ക് ശേഷമാണ് ഒരു പെൺകുട്ടി ലൈഫിൽ വരുന്നത്. എനിക്കറിയാം ഉമ്മമാർക്ക് ആൺകുട്ടികളാണെങ്കിൽ ഉപ്പമാർക്ക് പെൺകുട്ടികളുടെ ഒരു സ്നേഹം ഉണ്ടാവും. മോള് വന്നതിന് ശേഷം ലൈഫ് എങ്ങനെ ഒരു മാറ്റം വന്നേ? മോള് വന്നതിന് ശേഷം മെയിനായിട്ട് തന്നെ ഉറക്കമില്ല. അതായത് ഇനിയൊരു ഒരു സാധ്യത ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഉറങ്ങൂല, ഓള് ഉറങ്ങൂല. ഞങ്ങൾ ഉറങ്ങിയ മാതിരി അഭിനയിച്ചാലും ഓൾ ഉറങ്ങൂല. ഫുള്ളൊരു രാത്രിക്കത്തെ ലൈഫ് വളരെ ദയനീയമാണ് ഞങ്ങളെ അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ടാ. അധികം വഴക്കൊന്നും ഇല്ലാത്ത കുട്ടിയാന്ന് തോന്നുന്നല്ലേ? പക്ഷെ ഉറങ്ങൂല ഓള്. എന്താ ഓക്ക് എപ്പോഴും നടുവില് കിടക്കണം. ഞങ്ങളെ ഒരു സൈഡിലായാലും അപ്പുറത്തേക്ക് പോകും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. എന്നിട്ട് ഞങ്ങൾ തന്നെ എടുത്ത് ഇവിടെ കിടന്നോട്ടത് ആളെ കിടത്തും. പിന്നെ രാത്രിയല്ലേ, പിന്നെ ഉറക്കല്ല, ഭയങ്കര കരച്ചില് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾക്ക് എന്താ മെയിനായിട്ട് തന്നെ രാത്രി സൗണ്ട് ഉണ്ടാക്കില്ലേ. 3 ബോയ്സ് ഉണ്ടായിട്ടും കാക്കൂന് അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല. അതായത് ഇപ്പൊ ഞാനിപ്പോ ഇന്നലെ കൂടി ചിന്തിച്ചിട്ടുള്ളൂ, ഇനിയൊരു കുട്ടി വേണ്ട. പൊതുവെ ഞാൻ കുട്ടി വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് എതിരെ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഞാനൊന്ന് റീതിങ്ക് ചെയ്യുന്നുണ്ട്, ഇനിയൊരു കുട്ടി. കാരണം ഇവളെ റിസ്ക് എന്താണെന്ന് ഇപ്പൊ ഞാനും കൂടി അറിയാൻ തുടങ്ങി. കാരണം ഇപ്പൊ ഇവള് ബിസിയായി. മറ്റേ 3 കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കലും മറ്റേത് അതൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ ആവുമ്പോ തറവാട്ടിലാവുമ്പോ ഉമ്മ ഉണ്ട് നോക്കാൻ ഇതിനൊക്കെ. ഇവിടെ ആവുമ്പോ ഞാൻ തന്നെ നോക്കണം. എന്നിട്ട് രാത്രി കുട്ടി കരയുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമ്മള് രാത്രിയൊക്കെ കുട്ടിക്ക് രാത്രി കാക്കൂനാണ് ഡ്യൂട്ടി, പകലിക്ക്. ഇന്റർവ്യൂസിൽ പറയുമ്പോ എല്ലാരും വിചാരിക്കും ഇപ്പം കുഞ്ഞോള് മാത്രമാണ് കുട്ടികളുടെ കാര്യം നോക്കാന്ന് വിചാരിക്കും. ഒരിക്കലുമല്ല. അതായത് നമ്മള് രാത്രിയൊക്കെ ഞാൻ മറ്റേ കാത്തുവിട്ടുകാണ്ട് പാട്ടിട്ടിട്ട് ഞാൻ ഡാൻസ് കളിച്ചു കൊടുക്കണം കുട്ടിക്ക്. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ. അത് ഞാൻ ചിലപ്പോൾ അടിയിലൊന്നും ഇട്ടിട്ടും കൂടി ഉണ്ടാവില്ല, ഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ടാവും. ആരാ നിങ്ങളെ കാത്തു, ആ സംഭവം അതൊക്കെ ഭയങ്കര ജീവിതത്തില് മാറ്റം വന്നതാണ്. ആൺകുട്ടികളായപ്പോ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. പെൺകുട്ടിയായപ്പോ അതായത് നമ്മളെങ്ങനെയാണ് കിടക്കണത്, കുട്ടി കരഞ്ഞ അപ്പൊ കാത്തിട്ട് കൊടുക്കണം. കാത്തിടുക, ഡാൻസ് കളിക്കാം ബെഡില്, ഡാൻസും കളിക്കണം, പാട്ട് കേൾക്കണം, ഇതിന്റെ ഡാൻസ് കാണണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഡ്രസ്സ് ഇടാനുള്ള ടൈം കൂടി കിട്ടൂല. അതിന്റെ മുന്നേ കളിക്കണം, സ്റ്റെപ്പ് ഇട്ടേ പറ്റൂ, അല്ലെങ്കിൽ ആകെ ഛർദിക്കലാവും കുട്ടി കരഞ്ഞിട്ട് ശ്വാസം കിട്ടാൻ. ഇപ്പൊ അവര് കാണുന്ന കാർട്ടൂൺസ് നമ്മളും കൂടെ കാണുന്ന സിറ്റുവേഷൻ വരും, കഥാപാത്രങ്ങളുടെ പേര് പഠിക്കണം, പാരന്റിംഗ് ആയിട്ട് മാറുന്ന ഒരു ഓരോ കാര്യങ്ങൾ പഠിച്ചു വരണല്ലോ. ഞാൻ ഡാൻസ് കളിക്കുമ്പോ ഇവള് ആ കാർട്ടൂണ കാണല്, എന്റെ കാർട്ടൂണ കാണല്ലേ, ഡാൻസ് മൊബൈലിൽ കാണലില്ല. മൂത്ത 2 ആൺകുട്ടികളും ഉമ്മാരാണ് ഭയങ്കര സ്നേഹം. ഉമ്മാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത് ഭയങ്കര ഒരു ഇതാണ്. അത് ഉമ്മമാരോട് തന്നെയാണല്ലോ പൊതുവെ ആൺകുട്ടികൾക്കൊരു അറ്റാച്ച്മെന്റ് കൂടുതൽ ഉണ്ടാവുക. പെൺകുട്ടികൾക്ക് ബാപ്പാരോടാവുന്ന കരുതിയിട്ടാണ് ഇപ്പൊ നമ്മൾ പെൺകുട്ടിനെ വെയിറ്റ് ചെയ്തത്. ഇതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് ഇപ്പൊ മനസ്സിലായി. തന്നെയാണ് സ്നേഹം ഉണ്ടാവുക കുട്ടികൾക്ക്. കൂടുതൽ ഇങ്ങനെ അറ്റാച്ച്മെന്റ് ആവുമ്പോഴാണ് അവർക്ക് ഇങ്ങോട്ട് ഉണ്ടാവുക. അതാണ് പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് താഴെ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ, ബിഗ് ബോസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. സീസൺ 7 കാണുന്നുണ്ടോ ബിഗ് ബോസ്? ഓ തീർച്ചയായും. ഞങ്ങൾ രാത്രി ഞങ്ങള് എന്താ ലൈവ് കാര്യങ്ങളൊക്കെ കാണും, പിന്നെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ബിഗ് ബോസിന്റെ ഷോകളൊക്കെ നല്ല ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ ആയിരുന്നു പൊളി അല്ലേ. ആ സമയത്ത് ഞങ്ങൾ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയാക്ഷൻ വീഡിയോ, ജാസ്മിൻ ഗബ്രി ആ സീസണൊക്കെ. ഇപ്രാവശ്യം ഒന്ന് നമുക്ക് ഇവരായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനുണ്ട് അല്ലേ. ഇപ്പൊ അതായത് നമുക്കിപ്പോ മെയിനായിട്ട് നമുക്ക് രേണുസുദിന്റെ ഗെയിം കാണാനൊരു താല്പര്യം പൊതുവെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇവരൊക്കെ അവിടെ എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയയില് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് അതായത് ഒരു ഫേസ് വാല്യൂ ഇല്ല ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരാഗ്രഹം. ഒരു ത്വര ഉണ്ടാവുമല്ലോ. പക്ഷെ ആ ഒരു ത്വരക്കുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇപ്പോഴത്തെ ഒരു കണ്ടസ്റ്റൻസിനെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല.